ഡോക്ടർ അരുൺ, ഇപ്പോൾ ക്രിമിനൽ കൂട്ടമോ എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസിനെ ആകെ വെച്ചുകൊണ്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നതല്ല. യൂത്ത് കോൺഗ്രസിൽ നന്നായി പ്രവർത്തിക്കുന്ന, മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗം അതിൽ ആധിപത്യം നേടുന്നു. അവർ തീരുമാനിച്ച പ്രകാരം പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം എന്നുള്ളത് ആക്രമണത്തിന്റെ സ്വഭാവത്തിലാകുന്നു. ഒരു പ്രത്യേക രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. ക്രിമിനൽ കൂട്ടമോ എന്നാണ് നമ്മുടെ ചോദ്യം. ഞാനിതിനെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്. നെഹ്റു പണ്ട് ശങ്കറിനോട് പറഞ്ഞത് ഡോണ്ട് സ്പെയർ മീ എന്നാണെങ്കിൽ, ഇന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്നവരുടെ ഫാൻ സംഘം പറയുന്നത് ഐ വോണ്ട് സ്പെയർ യു എന്നാണ്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്നുള്ളത് ജനാധിപത്യത്തിന്റെ അന്ത്യമാണ് എന്ന് ഇന്ത്യയെ പരിചയപ്പെടുത്തിയത് കോൺഗ്രസ് ആണ്. അത് അടിയന്തരാവസ്ഥയുടെ കാലത്താണ്. അടിയന്തരാവസ്ഥയുടെ ഇതുപോലെ കിരാതമായ ഒരു കാലം സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പത്രസ്വാതന്ത്ര്യം മാത്രമല്ല, എല്ലാ പൗരാവകാശങ്ങളും ഹനിക്കപ്പെട്ടത് സഞ്ജയ് ഗാന്ധിയും ആ കുടുംബവാഴ്ചയും എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നശിപ്പിച്ചത് എന്നതിന്റെ ഉദാഹരണമാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സമാനമായ സാഹചര്യമാണ്. ഓർമ്മിക്കണം, പ്രതിപക്ഷത്താണവർ. പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിയുടെ, ഒരു യുവജന സംഘടനയുടെ ഒരു വിഭാഗം മാത്രം ഫാൻസ് അസോസിയേഷനുകളായി, വെട്ടുകിളികളായി സൈബർ ആക്രമണം നടത്തുന്നത് ഒരു വശത്ത്. അവരിൽ ചിലർ ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കാൻ വരുന്നു. അവർക്ക് റിപ്പോർട്ടറിന്റെ പ്രവർത്തകർക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ അസഭ്യം പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തുന്നു. അതിന്റെ പേരിൽ കേസുകൾ വരുന്നു. പലരും അറസ്റ്റിലാവുന്നു. ഇന്ന് പലരും ജയിലുകൾക്കുള്ളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് എങ്ങനെയായിരുന്നു കോൺഗ്രസ് എന്നതിന്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഇന്ന് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രതിപക്ഷത്തിരുന്ന് കാണിച്ചത്. പക്ഷെ അത് കേരളത്തിൽ വില പോവില്ല. കേരളത്തിൽ അധികാരം കോൺഗ്രസിനില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നെ ഭയപ്പെടുത്തുന്നത് ഇതേ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്ക്, ഗർഭഛിദ്രം നടത്തുന്നവർക്ക്, ഗർഭഛിദ്രം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവർക്ക് സംരക്ഷണം നൽകുന്ന ഈ വെട്ടുകിളിക്കൂട്ടം അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ സ്ത്രീ സുരക്ഷ എന്തായിരിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും കേരളത്തിലെ കോൺഗ്രസ് നൽകുന്ന എക്കാലത്തെയും മറക്കാനാവാത്ത ഒരടയാളമായിട്ടത് മാറുകയും ചെയ്യും. അത് കോൺഗ്രസിന് ഏൽപ്പിക്കുന്ന പരിക്ക് ചെറുതല്ല. ഇതിനകം തന്നെ പരിക്കേറ്റു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിനല്ല, അവിടെ ബീഹാറിൽ വോട്ടുചോരി യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയോട് ദേശീയ BJP ചോദിക്കുന്നു, ഇതാണോ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്? ഇതാണോ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്ന മാധ്യമ സ്വാതന്ത്ര്യം? 2023 രാഹുൽ ഗാന്ധി വാഷിംഗ്ടണിൽ പോയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഈ പത്രസ്വാതന്ത്ര്യം ലോകത്തെമ്പാടും ദുർബലമായി കൊണ്ടിരിക്കുകയാണ്, ജനാധിപത്യത്തിന് വിമർശനം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെതിരെ, ഒരു സീരിയലായിട്ടുള്ള ഒരു പ്രെഡേറ്ററിനെതിരെ യുവതികൾ വന്ന് വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ആ വെളിപ്പെടുത്തൽ പുറത്തുവിട്ട മാധ്യമത്തിനെതിരെ ആക്രമണം നടത്തുന്നതിലൂടെ എന്തുതരം പത്രസ്വാതന്ത്ര്യമാണ് രാഹുൽ ഗാന്ധിയുടെ സംഘടനയുടെ യുവജന വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്? എന്റെ ആദ്യത്തെ ചോദ്യമാണ്. ഇന്നിപ്പോൾ ഇത് BJP ഹാൻഡിലുകൾക്ക് ആയുധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാളെ പാർലമെന്റിൽ സ്വാഭാവികമായും BJP ഈ ചോദ്യം ഉന്നയിക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ തലകുനിച്ചു നിൽക്കേണ്ടി വരും പാർലമെന്റിൽ രാഹുൽ ഗാന്ധി. KC വേണുഗോപാൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. സംഘടനാ ചുമതലയുള്ള ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. VD സതീശൻ ഇന്നിപ്പോൾ ദുബായിലാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഏറ്റവും ദുർബലനായ ഒരു KPCC അധ്യക്ഷനായി മാറുന്നു. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പോലും ഈ വിഷയത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം ഷാഫി പറമ്പിലും സംഘവും ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുകയും മുതിർന്ന നേതാക്കളെതിരെ മൗനാനുവാദം നൽകിയിരിക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഷാഫി പറമ്പിൽ ഇന്ന് ഈ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ഈ ആക്രമണം നടത്തിയവർക്കും അവരുടെ സംഘാംഗങ്ങൾക്കുമായി തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ വലിയ വരവേൽപ്പ് എന്ന മട്ടിലൊരു പ്രതിഷേധവും നമ്മൾ കണ്ടു. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതൃത്വമുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത് നമ്മളാരുമല്ലല്ലോ, ശശി തരൂരല്ലേ? ആ KPCC പ്രസിഡന്റ് സുധാകരൻ പോയതിനു ശേഷം കോൺഗ്രസ് തിരികെ വരുമെന്ന് കരുതിയ നമുക്ക് പിഴയ്ക്കുകയാണോ? യഥാർത്ഥത്തിൽ ഇവരെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്ന ഒരു നേതൃത്വം കോൺഗ്രസിൽ ഇല്ലാതെ പോയതാണോ? വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാളെ മഹിളാ കോൺഗ്രസിന്റെ ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി.
കാരണം ഇവരുടെയൊക്കെ മുഖം എന്നേക്കുമായിട്ട് ഇങ്ങനെ പതിഞ്ഞു കിടക്കും. സ്വന്തം പാർട്ടിയിലെ പാർട്ടി അനുഭാവമുള്ള നേതാക്കൾക്കും വനിതാ നേതാക്കൾക്കെതിരെ, എന്തിനേറെ KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയ്ക്ക് പോലും ഭയമുള്ള ഒരു സീരിയൽ പ്രെഡേറ്ററെ പ്രതിരോധിക്കാൻ വേണ്ടി മാധ്യമ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയവരെ വനിതാ കോൺഗ്രസിലെ തന്നെ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിലെ തന്നെ അംഗങ്ങൾ ഇറങ്ങി പ്രതിരോധിക്കുന്ന കൗതുകകരമായ ഒരു കാഴ്ച അതെങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ മുഖം എന്നേക്കുമായിട്ടുണ്ടാകും. ഇവർ നാളുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ ഒരൊറ്റ ചോദ്യമേ പ്രതിപക്ഷം ചോദിക്കൂ. നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ആണോ പുറത്തിറങ്ങിയത്, അതോ അവർക്ക് വേണ്ടി അവരെ നിരന്തരം പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച് ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ഭീഷണിപ്പെടുത്തിയ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ തെരുവിൽ സമരം ചെയ്തവരല്ലേ എന്ന ചോദ്യം ഉണ്ടാവും. അങ്ങനെയുള്ള ചോദ്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ വനിതാ പ്രവർത്തകർ മാറി നിൽക്കുക? എങ്ങനെയാണ് ഈ യുവജന സംഘടനകൾ മാറി നിൽക്കുക? അതുകൊണ്ടാണ് ഇതിൽ കൊട്ടേഷൻ സംഘങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ മാത്രം കളത്തിലേക്ക് ഇറക്കി വിട്ട് ബാക്കി നേതാക്കൾ അണിയറയിലാണ്. കാരണം ഒരു പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാർട്ടിയിലില്ല. പാർട്ടിയിലില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഇവർ നടത്തിയിരിക്കുന്ന ഈ നാടകം പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അത് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഇനി കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്. ഇത് KPCCയുടെ തീരുമാനമാണ്. സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCCയുടെ അധ്യക്ഷനാണ് ഇതിന് മറുപടി പറയേണ്ടത്. ആ മറുപടിയാണ് കേരളം കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കോൺഗ്രസ് അങ്ങേയറ്റം പ്രതിരോധത്തിലായ ഒരു ദിനം കൂടിയാണ്. ഒരിക്കൽ കൂടി കോൺഗ്രസ് അതിന്റെ ദൗർബല്യം, നേതൃത്വത്തിന്റെ അഭാവം എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നാട്ടുകാർ ഇനി പറഞ്ഞു തുടങ്ങും. BJP ഇനി അത് പ്രചരണായുധമാക്കി മാറ്റും. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പോലും തലയുയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൽ ഒരു ചെറിയ പക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മാധ്യമ സ്വാതന്ത്ര്യമെന്ന് കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾക്ക് പറയാൻ എന്ത് അധികാരം എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് ഫോർത്ത് എസ്റ്റേറ്റ്സ് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുകയാണ് എന്നാണ് പലപ്പോഴും പറയുക. പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാത്തിടത്ത് ജനാധിപത്യത്തിന്റെ പ്രാണവായു ഇല്ലാതാവുന്നു എന്നാണ് അർത്ഥം. അടിയന്തരാവസ്ഥയിൽ അനുഭവിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തു നിന്നൊരു യുവജന സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഭയപ്പെടുത്തുന്നു. പക്ഷേ ആ ഭയം ഇല്ലാതെ തന്നെ ഈ പണി നമ്മൾ തുടരും. ഈ കേരളത്തിലെ പൊതുസമൂഹം ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ നിലപാട് ഈ വിഷയത്തിൽ. Meet the editors.